എല്ലാവർക്കും PS വേൾഡ് ഫോർ യുവിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായി സവോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക്, ചെറിയുള്ളി പേസ്റ്റ് ഇത്രയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുപ്പിലാണ് കേട്ടോ വയ്ക്കുന്നത്. ഇപ്പോൾ ഉരുളി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചിക്കൻ കറി ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഓരോരുത്തരും വെക്കുന്ന സ്റ്റൈൽ വേറെ ആയിരിക്കാം. അപ്പോൾ ഞാൻ വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. സാധാരണ ചിലർ കടുകൊക്കെ ഇടും. ഞാൻ കടുക് ഗ്രേവി കറി വെക്കുന്നതിൽ ഇടാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ സവോള ഇട്ട് കൊടുക്കുന്നുണ്ട്. സവോള നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ സവോള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് പൊടി ഉപ്പ് ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടും. ഉള്ളി ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് തക്കാളിയും പച്ചമുളകും അതിനൊപ്പം ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. തക്കാളിയും സവോളയും പച്ചമുളകൊക്കെ ഒന്ന് നന്നായി വഴന്ന് വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ചെറിയ ഉള്ളിയുടെ പേസ്റ്റും, ഗ്രേവി കറി ഇത്തിരി തിക്കൻസ് കൂടാൻ വേണ്ടിയിട്ടാണ് ചെറിയ ഉള്ളിയുടെ പേസ്റ്റും കൂടെ ആഡ് ചെയ്യണം കേട്ടോ. അത് നന്നായി ഒന്ന് ആ പച്ചമണം പോകുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇപ്പോൾ തക്കാളി ഉള്ളിയിലേക്ക് പച്ചമണം ഒന്ന് പോയി കഴിഞ്ഞ് വെച്ച് നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, ഓരോരുത്തരുടെ എരിവിന് ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ. പക്ഷേ ചിക്കൻ കറിക്ക് ഇത്തിരി നല്ലോണം എരിവുണ്ടെങ്കിൽ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി ആ ഒരു പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ഒരു 15 മിനിറ്റ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമ്മൾ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇതൊന്ന് എണ്ണയിൽ മൂപ്പിച്ചിട്ട് ചിക്കനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് ചിക്കൻ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചത് കേട്ടോ. നമുക്ക് നന്നായി ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ച് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ചിക്കനിൽ നിന്ന് വെള്ളം വരും. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇവിടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത്രയും ഈസിയാണ്. ഇറക്കി വെച്ചിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും ഇട്ട് കൊടുത്താൽ റെഡി. ഇത്രയുള്ള ഈസിയാണ്. വെച്ച് നോക്കണേ. ബായ്.